സോ നോൺ ക്ലാസ്റ്റിക് റോക്സ് രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ ത്രൂ സം സിമ്പിൾ കെമിക്കൽ പ്രോസസ് ലൈക്ക് ഇവാപറേഷനോ പ്രസിപ്പിറ്റേഷനോ ക്രിസ്റ്റലൈസേഷൻ അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ ഓർ പ്രഷറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് ഹാർഡ് പാർട്സ് ഓഫ് ഓർഗാനിസം, ദാറ്റ് ഈസ് ഡെഡ് റിമൈൻസ് ഓഫ് ഓർഗാനിസത്തിന്റെ അക്യുമുലേഷൻ വഴിയായിരിക്കും നോൺ ക്ലാസ്റ്റിക് റോക്സ് ഉണ്ടാവുന്നത്. സോ ഈ നോൺ ക്ലാസ്റ്റിക് റോക്സിന് കൂടുതലും ഹോമോജീനിയസ് ആയിരിക്കും അവരുടെ ക്യാരക്ടർ. ഓക്കെ, വേറെസ് ക്ലാസ്റ്റിക്കിന് ഹോമോജീനിയസ് ആയിരിക്കില്ല. സോ ഇത് കൂടുതലും ഹോമോജീനിയസ് ആയിരിക്കും, ഹോമോജീനിയസ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ക്ലാസ്റ്റിക് റോക്സ് തന്നെ കെമിക്കലി ഫോംഡ് ആയിട്ട് റോക്സ് ആയിട്ട് ഒരു ഫർദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വളരെ ലൈക്ക് പെട്ടെന്ന് കഴിയും വലുതായിട്ടൊന്നുമില്ല. സിലിക്കേഷ്യസ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സിലിക്ക കണ്ടന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് വേണം നിങ്ങൾ പഠിച്ചു പോവാനേ. കാർബണേറ്റ് ഡെപ്പോസിറ്റ്സ് എന്തായിരിക്കും? കൂടുതലും കാർബൺ ആയിരിക്കും അതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ വരാം. ഇനി ഫെറോജിനസ് ഡെപ്പോസിറ്റ്സോ പേരും തന്നെ മനസ്സിലാവും, ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് അയൺ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് ഫോസ്ഫാറ്റിക് ഡെപ്പോസിറ്റ്സ്, അതിലെന്തായിരിക്കും? ഫോസ്ഫോറിക് ആസിഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ വരുന്നത് ഇവാപറേറ്റ്സ് ആണ്. അവരൊരു ഡിസ്റ്റിങ്ക്റ്റ് ക്ലാസ് ആണ്, ബിക്കോസ് ദേ ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് ഇവാപറേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ സീ വാട്ടർ ഒക്കെ ഉണ്ടല്ലോ, സീ വാട്ടറിന്നൊക്കെ ഈ സീ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ടൊക്കെ ലൈക്ക് സോൾട്ട് കിടന്ന് പിന്നെ ക്രിസ്റ്റലൈസ് ആയി ഉണ്ടാവുന്നതൊക്കെ ഇവാപറേറ്റ്സിലായിരിക്കും വരുന്നത്. So these deposits have formed from bodies of sea waters ആണ്, that get discharged from the main sea. Okay, based on chemically formed rocks ന്റെ കാര്യമാണ് ഞാനിപ്പം പറഞ്ഞത്. ഇനി based on organically formed ആണെങ്കിൽ further classification ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാർബണേറ്റ് റോക്സ് ആണ്. ഓക്കെ, ഈ കാർബണേറ്റ് റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ കോറൽസോ ഷെൽസോ സ്കെലിട്ടൻ ബോൺസോ ഇതൊക്കെ കിടന്ന് എന്താണ് അതിൽ നിന്നുണ്ടാവുന്ന സെഡിമെന്ററി റോക്സിനെയാണ് ആണ് കാർബണേറ്റ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് കാർബണേഷ്യസ് റോക്സ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ളതിനെയാണ് നമ്മൾ കാർബണേഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. മെയിൻലി ദേ ആർ ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആണ്. ഓക്കെ, അഗെയിൻ ഇതിനകത്ത് തന്നെ ഫോസ്ഫാറ്റിക് ഡിപ്പോസിറ്റ്സ് ഉണ്ട്. കൂടുതലും എന്താണ് ഈ കുറെ കിളികളല്ല പക്ഷികളുണ്ട്, കൂടുതലും മീനിനെയാണ് കഴിക്കുക. ഓക്കെ, മീനിലല്ലേ ഏറ്റവും കൂടുതൽ ഫോസ്ഫർ കണ്ടന്റ് ഉള്ളത്. സോ അവരുടെ എക്സ്ക്രീറ്റയ്ക്ക് ഒബ്വിയസ്ലി ഫോസ്ഫാറ്റിക് കണ്ടന്റ് കൂടുതലായിരിക്കും. അവരുടെ എക്സ്ക്രീറ്റ് കിടന്ന് അക്യുമുലേറ്റ് ആയി ഫൈനലി അതൊരു സെഡിമെന്ററി റോക്ക് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഫോസ്ഫാറ്റിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഫെറോജീനസ് ഡിപ്പോസിറ്റ്സ് ആണ്. അതെന്താണ്? അയൺ കാർബണേറ്റ് കണ്ടന്റ് കൂടുതലുള്ളതിനെയാണ് നമ്മൾ ഫെറോജീനസ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. സോ സെഡിമെന്ററി റോക്സിന്റെ ക്ലാസ്റ്റിക് റോക്സും നോൺ ക്ലാസിക്കിന്റെയും പറഞ്ഞു. കെമിക്കലി ഫോംഡും ഓർഗാനിക് ഫോംഡിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, now moving on to the important sedimentary rocks. Sedimentary rocks ൽ ഏറ്റവും important ആയിട്ട് വരുന്ന ഒന്നാണ് sandstone. Okay, so they are mechanically formed sedimentary rocks of arenaceous group ആണ്. Okay, അതില് സിലിക്കയാണ് മേജർ ആയിട്ട് വരുന്നത്. Silica in the form of quartz is the dominant mineral constitute in these rocks. So sandstones ഏറ്റവും കൂടുതൽ എന്താ നമ്മൾ കാണുന്നത്? ക്വാർട്സ് ആണ് കാണുന്നത്. സിലിക്ക തന്നെയാണ്, ബട്ട് ഇൻ ദ ഫോം ഓഫ് ക്വാർട്സ്. സി, ക്വാർട്സ് ഇസ് ദ മോസ്റ്റ് കോമൺ മിനറൽ. ഫെൽസ്പാറും മൈക്കയൊക്കെ കാണപ്പെടാറുണ്ട്, പക്ഷെ ക്വാർട്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് സാൻഡ്സ്റ്റോണിൽ. ഇനി ടെക്സ്ചർ എന്താണ്? മീഡിയം ടു ഫൈൻ ഗ്രൈൻഡ് ആയിരിക്കും. സാൻഡ്സ്റ്റോണിന്റെ കളർ നമുക്കറിയാം എന്താണ്, റെഡോ ബ്രൗണോ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. സാൻഡ്സ്റ്റോൺ തന്നെ ബേസ്ഡ് ഓൺ ദി മിനറൽ കണ്ടന്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും.
സിലിക്കേഷ്യസ് സാൻഡ്സ്റ്റോൺ ആണെങ്കിൽ സിലിക്ക കണ്ടന്റ് ആണ് കൂടുതൽ. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഇസ് എ സിമെന്റിങ് മെറ്റീരിയൽ ആണ്. ദെൻ വി ഹാവ് കാൽഷ്യേരിയസ് സാൻഡ്സ്റ്റോൺസ്. അതിൽ എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? കാൽഷ്യം, കാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ആയിരിക്കും അവിടുത്തെ സിമെന്റിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ടൈപ്പ് ഓഫ് സാൻഡ്സ്റ്റോൺ ബേസ്ഡ് ഓൺ സിമെന്റിങ് മെറ്റീരിയൽ. അത് എഴുതാൻ മറന്നുപോയി, അല്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഈ സാൻഡ്സ്റ്റോണിൽ എല്ലാ വേരിയസ് കമ്പോണൻസിനെയും ഒരുമിച്ച് നിർത്തി ഒരുമിച്ച് കോമ്പാക്ട് ആയിട്ട് അവർ തമ്മിൽ ഒരു ബോണ്ടിങ് വരുമ്പോഴല്ലേ നമുക്കൊരു വലിയ ഡെപ്പോസിറ്റ് കിട്ടുന്നത്. സോ ആ സിമെന്റിങ് മെറ്റീരിയൽ സിലിക്ക ആണെങ്കിൽ അതിന് സിലിക്കേഷ്യസ് സ്റ്റോൺസ് എന്നും, കാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ആണെങ്കിൽ കാൽഷ്യേരിയസ് സാൻഡ്സ്റ്റോൺസ് എന്ന് പറയും. ഓക്കെ, ഇനി എർഗിലേഷ്യസ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെന്റിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലേ ആയിരിക്കാം. ആ പേരിൽ തന്നെ നമുക്കെല്ലാം കിട്ടും. പിന്നെ ഫെറോജിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ മനസ്സിലായി, സിമെന്റിങ് മെറ്റീരിയൽ ഇസ് നത്തിങ് ബട്ട് എൻ അയൺ ഓക്സൈഡ് കോമ്പൗണ്ട്. സോ സാൻഡ്സ്റ്റോണിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ സിമെന്റിങ്, സിലിക്കേഷ്യസ്, കാൽസേരിയസ്, എൽഗിലേഷ്യസ് ആൻഡ് ഫെറോജിനിയസ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് സാൻഡ്സ്റ്റോൺ? നമ്മൾ മെയിൻ ആയിട്ട് സാൻഡ്സ്റ്റോൺ യൂസ് ചെയ്യുന്നത് ബിൽഡിംഗ് സ്റ്റോൺ ആയിട്ട്, പേവ്മെന്റ് സ്റ്റോൺ ആയിട്ട്, ഓക്കെ, കോൺക്രീറ്റിന്റെ മെറ്റീരിയൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. What is distribution? It is found in the upper 15 kilometer of the crust. ഞാൻ നേരത്തെ പറഞ്ഞു സെഡിമെന്ററി റോക്സ് ഒക്കെ ഷാലോ ഡെപ്തിലേ ഉണ്ടാവാറുള്ളൂ, അത് ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത് ക്രസ്റ്റ് ഉണ്ടാവാറില്ല. ഇനി രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സ്റ്റോൺ ആണ് ഷെയ്ല്. ഇറ്റ് ഈസ് എ ഫൈൻ ഗ്രെയിൻഡ് സെഡിമെന്ററി റോക്ക് ഓഫ് അർഗിലേഷ്യസ് കമ്പോസിഷൻ. അർഗിലേഷ്യസ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ മനസ്സിലായി, ക്ലേ ആണ്. Shales are characterized with a distinct feasibility. Parting, നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചായിരുന്നില്ലേ, പാർട്ടിങ്, the weak plane through which a mineral breaks. Okay, അതിന്റെ പാർട്ടിങ് എന്ന് പറയുന്നത് it will be parallel to the bedding planes ആയിരിക്കും. ഷെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പടം നമ്മൾ കണ്ടാൽ ഇപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഷെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ ടു ദി ബെഡിങ് പ്ലെയിൻസ് ആയിട്ട് കിടക്കും. ഓരോ നമുക്ക് ലെയർ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദേ ആർ മേഡ് അപ്പ് ഓഫ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഓഫ് സിൽറ്റ് ഗ്രേഡ് ആൻഡ് സം എക്സ്റ്റെന്റ് ഓഫ് ക്ലേ. കമ്പോസിഷൻ എന്താണ്? ഷെയിലിന്റെ 70% സിലിക്ക ആൻഡ് ക്ലേ ആണ്. ഓക്കെ, ആൻഡ് അതിനകത്ത് എന്ത് കാണും? ക്വാർട്സും ഓക്സൈഡ്സ് ഓഫ് അയണും കാർബണേറ്റ്സും ഓർഗാനിക് മാറ്ററും ഒക്കെ ഉണ്ടാവും. ഇനി what are the different structures of shales നോക്കാം. First one, fissability. Tendency of a mineral to split into flat shell like fragments നെയാണ് നമ്മൾ fissability എന്ന് പറയുന്നത്. ഓക്കെ, ഷെല്ല് പോലത്തെ സ്ട്രക്ചർ ആയിട്ട് പൊട്ടി വരുന്ന ആ ടെൻഡൻസിനെയാണ് ഫിസിബിലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, പ്രൈമറി എന്താണ്? ഡിപ്പോസിഷൻ സമയത്ത് തന്നെ ഷെല്ല് രൂപത്തിൽ പൊട്ടി വരും. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്പ്ലിറ്റ് ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫിസിബിലിറ്റി. രണ്ടാമത് എന്താണ്? ലാമിനേഷൻ. നമ്മൾ ലാമിനേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു, കുഞ്ഞ് ലെയർ 1 സെന്റിമീറ്ററിനേക്കാളും കുറവായിരിക്കും ഒരു ബെൻഡിങ് പ്ലെയിനിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷെയിലിന്റെ കേസ് വരുമ്പോൾ അതിനേക്കാളും ചെറുതാണ്. തിക്നെസ് ഓഫ് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത് അര 1, ഓക്കെ, 1/2 and 1 mm ഇടയ്ക്കായിരിക്കും ഉണ്ടാവുന്നത്. Now coming on to different types of shales. We have residual shales, transported shales and hybrid shales. What are residual shales? Residual പേര് തന്നെ മനസ്സിലായി, എവിടെയാണോ വെതറിങ് നടന്നത് അവിടെ തന്നെ കിടന്നുണ്ടായതായിരിക്കും അല്ലേ. These are formed from decay and deposition of pre-existing rocks followed by compaction and consolidation in the adjoining bases. എവിടെയാണോ പാരന്റ് റോക്ക് അതിന്റെ അടുത്ത് തന്നെയാണ് വെതറിങ് ചെയ്തിട്ട് ഡെപ്പോസിഷൻ നടന്നുണ്ടായതെങ്കിൽ അതിനെ റെസിഡുവൽ ഷെയിൽസ് എന്ന് പറയും. What are transported shales? They are deposit of clastic minerals of finer dimensions ആണ്, transported over wide distances before final deposition. That is, sediments final deposition മുന്നേ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തിട്ടാണ്
ഈ ഷെയിൽസ് ഉണ്ടായെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ടഡ് എന്ന് പറയും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഹൈബ്രിഡ്? ഹൈബ്രിഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഏതോ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് എന്ന്. മെറ്റീരിയൽസ് ഡിറൈവ്ഡ് ഫ്രം ബോത്ത് ഇലാസ്റ്റിക് ആൻഡ് നോൺ ഇലാസ്റ്റിക് സോഴ്സസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഷെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് ഷെയിൽസ്. എങ്ങനെയാണ് ഷെയിൽസ് ഫോം ചെയ്യണേന്ന് നോക്കാം. സോ ക്ലേന്റെയും മെയിൻ ആയിട്ട് ക്ലേയും സിലിക്കയാണല്ലോ ഉണ്ടാവുന്നത്. സോ ക്ലേന്റെ സിൽറ്റ് ഒക്കെ എന്താണ്, വെതറിങ് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഫിസിക്കൽ ഏജൻസിന്റെ ഒരു ആക്ഷൻ കാരണം ഇവരുടെ പുറത്ത് കോമ്പാക്ഷൻ ഉണ്ടാവും. കോമ്പാക്ഷൻ ആവുന്ന സമയത്ത് അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് സ്ക്വീസ് ഔട്ട് ചെയ്ത് പുറത്ത് വരും. ഓക്കെ, സോ ആസ് ടൈം പാസസ് വാട്ട് ഹാപ്പൻസ്, എല്ലാ മോയ്സ്ചർ കണ്ടന്റും സ്ക്വീസ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരും. സോ ആ സമയത്ത് എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാല് ഇവരുടെ ഇടയിൽ ഈ ക്ലേ പാർട്ടിക്കിൾസ് ഒക്കെ ഓറിയന്റേഷൻ സംഭവിക്കും. ഓക്കെ, ഓറിയന്റേഷൻ ഓഫ് ക്ലേ പാർട്ടിക്കിൾസ് വിൽ ടേക്ക് പ്ലേസ് എയ്തർ ഇൻ പാരലൽ ഓർ സബ് പാരലൽ ലെയേഴ്സ്. ഇപ്പൊ ഓറിയന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ അവര് ഫീസിബിലിറ്റി സ്ട്രക്ചറിലേക്ക് മാറും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഷെയിൽസ് ഉണ്ടാവുന്നത്. സെഡിമെന്ററി റോക്സിന്റെ ഫോർമേഷൻ പോലെ തന്നെയാണ്, അത് തന്നെ പറഞ്ഞാൽ മതി ഷെയിൽസിന്റെ കാര്യത്തിൽ. ആകെ പറയേണ്ടത് സിൽറ്റും ക്ലേയിലും നിന്നാണ് ഈ ഷെയിൽസ് ഉണ്ടാവുന്നതെന്നാണ്. സോ ഷെയിൽസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്രിക്സും ടൈൽസും ഉണ്ടാക്കാനാണ്. സോ these rocks occur in massive formation and beds extending over 100 kilometers ആണ്. സോ ഇതാണ് ഷെയിൽസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സെഡിമെന്ററി റോക്ക് ആണ് ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്. സോ ലൈം സ്റ്റോണിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും ഉണ്ടാവുക, കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ കമ്പോസിഷൻ നോക്കുക. ലൈം സ്റ്റോൺ മെയിൻലി കൺസിസ്റ്റ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് CaCO2 ആണ്. പ്യുർ ലൈം സ്റ്റോൺ ഇസ് മേഡ് അപ്പ് ഓഫ് CaCO3. അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാവുക, ഫോസിൽ ഫേരിയസ് നേച്ചർ ആയിരിക്കും. ഓക്കെ, ഫോസിൽ ഉണ്ടെങ്കിൽ ഫോസിൽ ഫേരിയസ് നേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ലൈം സ്റ്റോൺ ഷോ ഡെൻസ് ആൻഡ് കോമ്പാക്ട് ടെക്സ്ചർ ആയിരിക്കും കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ലൈറ്റ് ടെക്സ്ചർ ആയിരിക്കും, കോമ്പാക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് കുറച്ച് ഹോളോ ആയിരിക്കും. പക്ഷെ ലൈം സ്റ്റോൺ ഡെൻസ് ആണ് കാണിക്കുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈം സ്റ്റോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചേ പറ്റത്തുള്ളൂ. ഒന്ന് ചോക്ക്. ചോക്ക് എന്ന് പറയുന്നത് പ്യൂറസ്റ്റ് ഫോം ഓഫ് ലൈം സ്റ്റോൺ ആണ്. അതിന്റെ കോമൺ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ആൻഡ് ചോക്കിന് എന്ത് ടെക്സ്ചർ ആണ്, എർത്തി ടെക്സ്ചർ ആയിരിക്കും. പിന്നെ വി ഹാവ് ഷെല്ലി ലൈം സ്റ്റോൺ. ഷെല്ലി ലൈം സ്റ്റോണിന് ഫോസിൽ ഫേരിയസ് നേച്ചർ ആണ്. ഷെൽസും എന്താണ് ബോൺസും എന്നൊക്കെ ആയിരിക്കും ഈ ലൈം സ്റ്റോൺസ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് വിൽ ബി റിച്ച് ഇൻ ഫോസിൽസ്. ആർഗിലേഷ്യസ് ലൈം സ്റ്റോണിൽ എന്തായിരിക്കും, ക്ലേ കണ്ടന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. Then we have lithographic. Lithographic എന്ന് പറഞ്ഞാല് it is a homogeneous variety of pure limestone ആണ്. കോമ്പാക്ട് മാസീവ് ഹോമോജീനിയസ് വെറൈറ്റി ആണ് ലൈംസ്റ്റോണിന്റെ. പിന്നെ ഉള്ളത് കങ്കർ. കങ്കർ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ ഫോം ഓഫ് carbonate material formed by the evaporation of subsoil water rich in calcium carbonate just near the soil surface. So soil surface അടുത്ത് ഈ ഗ്രൗണ്ട് വാട്ടർ ഒക്കെ കയറി വരുവാണെങ്കിൽ അവർക്ക് ഇപ്പം കാൽഷ്യം കാർബണേറ്റ് സോൾട്ട് ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് വെച്ചോ. സോ ഇവാപറേഷൻ നടക്കുമ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് സോൾട്ട് എന്താണ്, സോയിലിന്റെ അവിടെ ഡെപ്പോസിറ്റഡ് ആവും. അങ്ങനെ ആസ് ടൈം പാസസ് ഓൺ what will happen, they will form into conker. ഫൈനൽ വൺ ആണ് കാൽക് സിൻഡർ. കാൽക് സിൻഡർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതും കാർബണേറ്റ് ഡെപ്പോസിറ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ കാർബണേറ്റ് റിച്ച് ആയിട്ടുള്ള സ്പ്രിംഗ് വാട്ടറിന്റെ ഇവാപറേഷൻ precipitation and evaporation നിന്നാണ് കൂടുതലായിട്ടും കാൽക് സിൻഡർ ഉണ്ടാവുന്നത്. ഫോർമേഷൻ ഓഫ് ലൈംസ്റ്റോൺ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് പേര് നോക്കി വെച്ചാൽ മതി. കാരണം ലൈംസ്റ്റോണിനെ പറ്റി എഴുതാനായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് യൂസസ് ആണ്. യൂസസ് എന്താണ്? നമ്മൾ സിമെന്റിൽ യൂസ് ചെയ്യും, ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യും, കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ലൈംസ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. So the occurrence എന്താണ്? It is the most common rock found in several 100 kilometers റേഞ്ചിലാണ് ഈ ലൈംസ്റ്റോൺ ഉണ്ടാവുന്നത്.
സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറ്റാമോർഫിക് റോക്സ് ആണ്.